ഗോൾഡൻ ഫിസ്റ്റിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും. രണ്ടാമത്തെ ഗോൾഡൻ ഫിസ്റ്റുകാരനായിരുന്നു അക്രം ഖാൻ, ഷബാനയുടെ ഭർത്താവ്. അക്രം ഒരു ഡിഫൻസ് ഓഫീസർ കൂടിയായിരുന്നു. വ്ളാഡിമർ കാർലോസിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു ഷബാന ഖാൻ. 2000-ൻ്റെ ആദ്യ പകുതിയിൽ തന്നെ വ്ളാഡിമർ വാമ്പയർ സിറം കണ്ടെത്തി. ആദ്യ പരീക്ഷണം നടത്തിയ അശോക് സെൻ അധികം നാൾ ജീവിച്ചിരുന്നില്ല. അയാളുടെ നേരത്തെയുള്ള മാനസിക അനാരോഗ്യം സിറം എൻഹാൻസ് ചെയ്തു. പിന്നീട് വ്ളാഡിമർ വളരെ ശ്രദ്ധയിലായിരുന്നു. ഷബാനയുടെ ഭർത്താവ് കൂടിയായിരുന്നതുകൊണ്ട് ഡിഫൻസ് മേജർ അക്രം ഖാന് സിറം നൽകി. സോഡും എമ്മോഡിക്കും ഇതൊരു വെപ്പണായി നൽകി. അങ്ങനെ അക്രം ഖാൻ ഇന്ത്യയുടെ രഹസ്യ ഗോൾഡൻ വെപ്പണായി. പിന്നീടുള്ള 5 കൊല്ലങ്ങളിൽ ഇന്ത്യക്ക് നല്ല നേട്ടമുണ്ടാക്കി കൊടുത്തു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ മിലിറ്റൻസിന് ഇതൊരു പേടിയായി മാറി. പതിയെ അവർ ഒരു കെണി ഒരുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അക്രമിന് തൻ്റെ മനോനില കൈവിട്ടു തുടങ്ങിയിരുന്നു. യുദ്ധത്തിൽ അമിതമായി അയാൾ ഗോൾഡൻ ഫിസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. ഗോൾഡൻ ഫിസ്റ്റിൻ്റെ അമിതമായ ഉപയോഗം നിങ്ങളുടെ മനോനിലയെ ബാധിക്കും. അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഒരു നശിച്ച ശക്തിയാണിതെന്ന് പറയുന്നവരുണ്ട്. ചിലപ്പോൾ ഒരു ചെകുത്താനെ ഉണ്ടാക്കിയതാണോ എന്ന് ഷബാന വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യം കേഴ്സ്ഡ് സിറം എന്നറിയാവുന്ന ആളുകൾ ഇതിനെ വിളിക്കാൻ തുടങ്ങി. പിന്നീട് വ്ളാഡിമർ തൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരമെടുത്ത് ഇതിനെ വാമ്പയർ സിറം എന്ന് വിളിച്ചു. വവ്വാലിനെ പോലെയുള്ള സൗണ്ട് വേവ് ഡിക്റ്ററ്റ് ചെയ്യാനും എക്കോ ലൊക്കേഷൻ ചെയ്യാനുള്ള ശക്തി സിറത്തിനുണ്ട്. അങ്ങനെ 2016-ൽ അതിർത്തിയിൽ നല്ല യുദ്ധം നടക്കുന്ന സമയം അക്രം ഖാൻ അന്നൊരു വല്ലാത്ത മനുഷ്യനെ മാറി. ഷബാനയായിട്ട് ഡൈവേഴ്സായി. യുദ്ധത്തിൽ ആർമി ഓർഡറിനെതിരെ എനിമി ബേസ് എല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. മറ്റ് സോൾജേഴ്സിൻ്റെ ജീവൻ ആപത്തുണ്ടാവാതിരിക്കാൻ അക്രം ഒറ്റയ്ക്കാണ് പോയിരുന്നത്. എന്നാൽ ഇയാളെ കിട്ടാൻ മിലിറ്റൻസ് കാത്തിരിക്കുകയായിരുന്നു. നോർത്ത് വസിറിസ്ഥാനിലെത്തിയപ്പോൾ തന്നെ എക്സോസ്റ്റായ അക്രം ആരോഗ്യം വകവയ്ക്കാതെ വീണ്ടും മുമ്പോട്ട് പോയി സൗത്ത് വസിറിസ്ഥാനിൽ വച്ച് പിടിക്കപ്പെട്ടു. ഇപ്പോൾ അയാളെ റെസ്ക്യൂ ചെയ്യാനാണ് ഞാനും ഡിഫൻസ് മേജർ റിച്ചാർഡ് പ്രീസ്റ്റും പോകുന്നത്. റിച്ചാർഡ് ഒരു ഹാഫ് മലയാളിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഡിഫൻസിൽ സെലക്ട് ആയത്. എക്സ്ട്രീംലി സ്കിൽഡ് ഫൈറ്റർ ആൻഡ് മാർക്സ്മെൻ. അടുത്ത ഗോൾഡൻ ഫിസ്റ്റ് ഒരുപക്ഷെ റിച്ചാർഡ് പ്രീസ്റ്റ് തന്നെ. അതവനും അറിയായിരുന്നു. ഡിഫൻസിലെ ആൾക്കാർക്കായിരുന്നു ഗോൾഡൻ ഫിസ്റ്റ് കിട്ടാൻ സാധ്യത. ഞാനും അവനും സെയിം റാങ്ക് ആയിരുന്നു. എങ്കിലും ഹയർ ഒഫീഷ്യൽസിന് പ്രിഫറൻസ് അവനിലായിരുന്നു. ജെയിംസൺ ജോൺ സാർ അടക്കം ചുരുക്കം ചിലരെ എന്നെ സപ്പോർട്ട് ചെയ്തുള്ളൂ. റിച്ചാർഡിൻ്റെ ഷോർട്ട് ടെമ്പർ, അൺകമ്പാഷനേറ്റ് ബിഹേവിയർ ആണവർ ചൂണ്ടിക്കാണിച്ചത്. റിച്ചാർഡ് പ്രീസ്റ്റ് ഒരു ആംഗ്ലോ ഇന്ത്യനാണ്. നാട്ടിൽ ഒരു കുടുംബമുണ്ട്. ഭാര്യ ഏഞ്ചലിന പ്രീസ്റ്റ്, മകൾ ഇല പ്രീസ്റ്റ്. എന്നെപ്പോലെ ഒറ്റത്തടിയല്ല. രാത്രി 3 മണിയോടെ ഞാൻ വസിറിസ്ഥാൻ ബേസിലെത്തി. നല്ല തണുപ്പായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു അവിടെ. ചിലത് 1 നില, ചിലത് 2 നില. അതിലൊന്നിൽ അക്രമുണ്ടെന്ന് മനസ്സിലായി. അവിടെ മിലിറ്റൻസ് കൂടുതലായിരുന്നു. 4 വശത്തു നിന്നും വെടിവെച്ച. ഞാനും പ്രീസ്റ്റും ബാക്കിയുള്ളവരോട് കവർ ഫയർ ചെയ്യാൻ പറഞ്ഞു. ഒരു 2 നില ബിൽഡിങ്ങിനുള്ളിൽ കയറി. അവിടെ ബാക്കിയുണ്ടായിരുന്ന മിലിറ്റൻസിനെയും കൊന്ന് അക്രമുള്ള മുറിയിലെത്തി. ദേഹം മുഴുവനും ചോര. നേരിയ ശ്വാസമേ ഉള്ളൂ. അയാളിൽ പറ്റാവുന്ന പരീക്ഷണവും സാമ്പിൾ കളക്ഷനും നടത്തിയിട്ടുണ്ട്. ഞാനൊന്ന് പേടിച്ചു. റിപ്പോർട്ട് ചെയ്യണം. കുറച്ച് ലാബ് കോട്ട് കണ്ടു. എന്നാൽ സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ് എന്ന് തോന്നിക്കുന്ന ആരെയും അവിടെ കണ്ടില്ല. ഞങ്ങൾ മെഡിക്കിനെ വിളിച്ചു. ആ ബിൽഡിങ്ങിൽ നല്ലപോലെ സെർച്ച് ചെയ്യേണ്ടതാണ്. തൽക്കാലത്തേക്ക് ഞാനും പ്രീസ്റ്റും പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങൾ ആർമി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ മുമ്പിലുള്ള ബെഞ്ചിലിരുന്ന് കണ്ടതിനെക്കുറിച്ച് സംസാരിച്ചു. ഞങ്ങളിൽ ഒരാളോട് അങ്ങോട്ടേക്ക് വരാൻ മെഡിക് ടീമിലെ ഒരാൾ കൈ കാണിച്ചു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എഴുന്നേൽക്കാൻ കൂട്ടാക്കാതെ റിച്ചാർഡ്. പെട്ടെന്ന് നിലത്ത് കുറേ മാറി എന്തോ നെയിം പ്ലേറ്റ് കിടക്കുന്നത് പോലെ കണ്ടു. ഒടുവിൽ ഞാൻ എഴുന്നേറ്റു. മെഡിക്കിൻ്റെ അടുത്തേക്ക് നടന്നു. പോകുന്ന വഴിക്ക് ആ നെയിം പ്ലേറ്റ് എടുത്തു. അതിൽ ഒരു ലെവയത്താൻ സിമ്പലുണ്ട്. പ്ലേറ്റിൻ്റെ പൊടി ഞാൻ തുടച്ചു. താഴെ എഴുതിയിരിക്കുന്നത് വായിച്ചു. FOD. പെട്ടെന്ന് റിച്ചാർഡ് ഞാനുമിരുന്ന ബിൽഡിംഗ് പൊട്ടിച്ചിതറി. ഞാൻ ഒരു നിമിഷം തരിച്ചു നിന്നു. റിച്ചാർഡ് എന്ന് ഉറക്കെ വിളിച്ചു. ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് ഞാൻ തീനാളം മാറ്റി കയറി. റിച്ചാർഡ് ബോധം കെട്ട് തെറിച്ച് വീണിരിക്കുന്നു. ഞാൻ അടുത്തേക്ക് ഓടിച്ചെന്നു. ജീവനുണ്ട്. പക്ഷേ അവൻ്റെ 2 കാലുകളിലും സ്റ്റീൽ പൈപ്പ് തറച്ചു കയറിയിരിക്കുന്നു. അതെ, അവന് കാലുകളുടെ സ്വാധീനം നഷ്ടമായി. പിന്നീട് 2 മാസത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു.
അക്രം മരിച്ചു. ഗോൾഡൻ ഫിസ്റ്റ് ഇന്ത്യ ഗവൺമെൻറ് നിർത്തലാക്കി എന്ന് ന്യൂസ് വന്നു. റിച്ചാർഡിന് ഓണററി റിട്ടയർമെൻറ്റ് കൊടുത്തു. അവൻ തിരികെ നാട്ടിലേക്ക് പോയി. അന്നവൻ എഴുന്നേറ്റ് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എഗെയിൻ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറൻറ്റ്. ഒരുപാട് സ്വപ്നങ്ങളുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ അതിനുവേണ്ടി അവൻ തിരഞ്ഞെടുത്ത ചില വഴികൾ ഭാവിയിൽ ഞങ്ങളെ ശത്രുക്കളാക്കി.